നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വട്ടപ്പൊന്ത AR നഗർ MES സെൻട്രൽ സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷിച്ചു. MES സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി മെലോഡിയ 2024 ആഘോഷിച്ചു. MES മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷാഫി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ശ്രീ മുഹമ്മദ് ഹനീഫ M, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വേങ്ങര, മുഖ്യപ്രഭാഷണം നടത്തി. പ്രമുഖ സിനിമാ താരവും MAT മൂസ, മറിമായം തുടങ്ങിയ പരിപാടികളിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന ശ്രീ വിനോദ് കോവൂർ മുഖ്യാതിഥിയായിരുന്നു. MES സ്കൂൾ ചെയർമാൻ ശ്രീ അൻവർ സാദ് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MES സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സ്കൂൾ ട്രഷററുമായ ശ്രീ K അബ്ദുൽ ജലീൽ, വൈസ് ചെയർമാൻ ശ്രീ PA റഷീദ്, ജോയിന്റ് സെക്രട്ടറി ശ്രീ നജ്മുദ്ദീൻ കല്ലിങ്ങൽ, മറ്റ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ അബ്ദുൽ ഖാദർ ഷെരീഫ്, ശ്രീ PP അബ്ദുറഹിമാൻ, ശ്രീ മമ്മി, ഡോക്ടർ സാജിദ, PTMA ഭാരവാഹികളും പങ്കെടുത്തു. പ്രിൻസിപ്പൽ ശ്രീ മുഹമ്മദ് ഷെരീഫ് K വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ സെക്രട്ടറി ശ്രീ PA സലാം ലിലീസ് സ്വാഗതവും സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി റഹ്മത്ത് M നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ CBSE 10ാം ക്ലാസ് പരീക്ഷയിലും മറ്റു വാർഷിക പരീക്ഷയിലും ഉയർന്ന വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ അതിമനോഹരമായ കലാപരിപാടികൾ അരങ്ങേറി. നമ്മുടെ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ് നാം ഓരോരുത്തരും ഇവിടെ സന്നിധരായിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് MES എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിൽ തുടക്കം കുറിച്ചത്. ഈ സ്ഥാപനത്തിൽ നിന്നും, നമ്മുടെ MESന്റെ സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിനകത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത്, പ്രൊഫഷണൽ രംഗത്ത്, മാനേജീരിയൽ രംഗത്തെല്ലാം മികവുറ്റ പ്രതിഭകളെ ഈ സ്ഥാപനങ്ങൾക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, MESന്റെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ, CBSE സ്കൂളുകൾ ഉൾപ്പെടെ സ്റ്റേറ്റ് മോഡൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ ഉടനീളം പ്രവർത്തിക്കുകയാണ്. ഇതെല്ലാം വിദ്യാഭ്യാസ മേഖലയെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കാലം കാര്യങ്ങളൊക്കെ നമ്മളെ പിടുത്തം വിട്ട് പോവുകയാണ്. നമ്മൾ വിചാരിച്ച ലൈനിലല്ല ഒരു കാര്യം പോകുന്നത്. സാർ അതിൻ്റെ ഒരു ദൃക്സാക്ഷിയാണ്. ഒരു ഓഫീസിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന നിലയിൽ നൂറുകണക്കിന് പ്രശ്നങ്ങളായിരിക്കും ഇതുപോലെയുള്ള കുട്ടികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ, ആധികാരികതയോടുകൂടി നമ്മോട് പറയാൻ ഇതിലും നല്ല ഒരാളില്ല. നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഇങ്ങനെ വെച്ച് ഒരു കാര്യം പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മുഖവിലക്കെടുക്കണം. നമ്മളെല്ലാവരും കരുതും നമ്മുടെ മക്കളൊന്നും പ്രശ്നത്തിൽ എത്തിടാൻ. എല്ലാവരും നമ്മളങ്ങനെ വിചാരിക്കാം. ഇനി കുറച്ചു കാലം പ്രശ്നത്തിലായതിൻ്റെ ശേഷം നമ്മൾ അറിയില്ല. കാരണം ഇന്ന് ഒരു മൊബൈൽ ഫോണിലൂടെ അവരെ കയ്യിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഗതി അവരെ കയ്യിലേക്ക് നമ്മൾ നിർബന്ധിച്ച് വെച്ചു കൊടുത്ത് കോവിഡ് അവരെ കയ്യിലേക്ക് എത്തിച്ചു. അത് അല്ലെങ്കിൽ നമ്മൾ ഇത്ര ചെറിയ കുട്ടികൾക്ക് മൊബൈലൊന്നും കൊടുക്കൂല, അവർ മൊബൈലിൽ പരിചിതമാവുമില്ല. പക്ഷെ ഇപ്പം നമുക്ക് മൊബൈൽ എടുക്കണ്ട എന്ന് അവരോട് പറയാൻ പറ്റില്ല. ഒരു കുട്ടി സ്കൂള് വിട്ടു വന്നാൽ ചായ ചോദിക്കുന്നതിന് മുമ്പോ, അല്ലെങ്കിൽ ഒരു കുളിക്കുന്നതിന് മുമ്പോ, നിസ്കരിക്കുന്നതിന് മുമ്പോ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പോ ആദ്യം വേണ്ടി വരിക മൊബൈലായിരിക്കും. കാരണം സ്കൂളിൽ മൊബൈൽ നമ്മൾ കൊടുക്കാറില്ലാത്തത് കൊണ്ട്. അപ്പൊ ഈ മൊബൈലിലൂടെ കുറച്ച് സമയം കൊണ്ട് അവൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും സോഷ്യൽ മീഡിയയും യൂട്യൂബും പിന്നെ റീൽസും സ്റ്റോറീസും ഒക്കെ കണ്ട് അത് ഗംഭീരമായി ആസ്വദിച്ച് അങ്ങനെ വൈകുന്നേരമായി കളിച്ച് ഒരു കളിക്കാൻ പോണ പ്രശ്നം കൂടി ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ മക്കളുടെ പോക്കിനെ ഗൗരവമായി ഉൾക്കൊള്ളണമെന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ തുടക്കത്തിൽ ആ വെൽക്കം ഡാൻസ് ഒക്കെ, അതിൻ്റെ അവതരണവും അതിൻ്റെ എന്താ മറ്റേ മെയ്വഴുപ്പ് കണ്ടപ്പോൾ ഇതിന് അത്രയും നമ്മുടെ സ്ഥാപനം ഉയർന്നിട്ടുണ്ട്. ഞാനതിനാദ്യമായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും ഇവിടുത്തെ പ്രിൻസിപ്പളും മറ്റുള്ളവരെല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം
ഈ ഞങ്ങളൊക്കെ എയർനഗർ സ്കൂൾ എന്നാണ് ഈ സ്കൂളിനെ പറയാറ്. ഈ സ്കൂളിൻ്റെ തുടക്കം ആദ്യ വർഷത്തിൽ ഇവിടുത്തെ അന്നത്തെ LKG എന്ന് പറയുന്നതിലേക്ക് കുട്ടികളെ ചേർത്തിക്കൊണ്ട് തുടക്കം കുറിച്ച ആ ദിവസം ഞാൻ ഈ 25-ാം വർഷം ഓർക്കുകയാണ്. MES Central School Ayanaga was established in 1999. Kunnampuram in a rented building. Later the community purchased this plot and constructed a new building here. And the new building was inaugurated by Dr. Fesigafu in 2007. Last year, the school management committee has changed. MES Central School Thiru had taken over the charge of MES Central School Ayanaga. Here we have the classes of pre-primary, Montessori Junior to grade 10th. We are providing the Montessori method of teaching in the pre-primary and the primary classes, and we are the only one and the only institution in this locality providing the Montessori method of teaching in the primary level. We have got affiliation in 2014 and 8 batches of grade 10th had passed out with 100% result. Like all previous years, we have got 100% result in the last CBSE class 10th examination. All the academic matters of our school is guided and supervised by MES Education Board, and we are following the rules of CBSE. This year, MES Education Board has conducted the academic inspection on 12th October. This year we have conducted a number of programs in our school. The first program was summer camp on 15th and 16th of May for the classes of 5th to 9th. MAT മൂസയും മടവിൽ മനോരമയിലെ മറിമായവും എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് കിട്ടിയ പൊൻതൂവലുകളാണ്. മറിമായം എന്ന പരിപാടി മഴവിൽ മനോരമയിൽ തുടങ്ങിയിട്ട് 14 വർഷത്തിലേക്ക് കിടക്കുകയാണ്. 14ാമത്തെ വർഷം. 730ഓളം എപ്പിസോഡുകൾ ആ പരിപാടി പിന്നിട്ടു. 730 എപ്പിസോഡുകളിൽ അത്രത്തോളം കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. എവിടെ ചെന്നാലും മറിമായത്തിൻ്റെ ആരാധകരാണ് ലോകമെമ്പാടും. MAT മൂസ 4 വർഷമേ ചാനലിലൂടെ പ്രദർശിപ്പിച്ചുള്ളൂ എങ്കിലും ഇന്നും ആളുകളുടെ മനസ്സിൽ നിന്ന് മൂസയും പാത്തുവും മാഞ്ഞിട്ടില്ല. എല്ലാവരും ഇന്നും മൂസയും പാത്തുവിനെ ഓർക്കുകയാണ്. ഇപ്പോഴും പഴയ എപ്പിസോഡുകളൊക്കെ എടുത്ത് കാണുകയാണ് ആളുകൾ. അതും വലിയ സന്തോഷം. ഞാനൊരു ദിവസം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നൊരു 100 പേര് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ 80 പേരും എന്നെ വിളിക്കുന്നത് മൂസക്കായി എന്നാണ്. 20% മാത്രമേ എൻ്റെ പേര് വിനോദം എന്നുള്ള പേര് വിളിക്കാറുള്ളൂ. അതും വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. എന്തായാലും MAT മൂസ എൻ്റെ ജീവിതത്തിലും പാത്തുവിൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലൊക്കെ വലിയ വഴിത്തിരിവുണ്ടാക്കി. ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ഭാഗ്യം, കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ട അമേരിക്കയും ഓസ്ട്രേലിയയും ലണ്ടനും ദുബായും സൗദി അറേബ്യ മുഴുവൻ സ്ഥലങ്ങളും കറങ്ങാനുള്ള ഭാഗ്യം ആ പരിപാടി കൊണ്ടുണ്ടായി. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എൻ്റെ കൂടെ കളികാലം, കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങുന്ന നേരം, പിന്നാസു കീറിലും നീങ്ങുന്നു മൂസാന്റെ നെഞ്ചിൽ അവതാളം, അടിമുടി പുളുവടി അതിര് കടക്കും കൊണ്ടോട്ടിക്കാരനിവൻ, അയ്യോ വെറും പാവം ഇവൻ MAT മൂസ, ഇവൻ MAT മൂസ, ഇവൻ MAT മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, വല്ലാപ്പിലാകണ വല്ലാത്ത പക എൻ്റെ കൂടെ കളികാലം. മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാം കൺകോണിൽ സുബർക്കവും കണ്ട്, മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്,
അവളുടെ സുന്ദരമാം കൺകോണിൽ സുബർക്കവും കണ്ട്. അതുപോലെ നമ്മുടെ ജില്ലയിലടക്കമുള്ള കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേത്രപരമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ NIT-കളിൽ നിന്നും IIT-കളിൽ നിന്നും അതുപോലെ തന്നെ ഡൽഹിയിലെ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലെ എയിംസുകളിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്നവരിൽ ഇന്ന് നമ്മുടെ ജില്ലക്കാരും വളരെ കൂടുതലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരും പൊതുസമൂഹവും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും അവരെ സഹായിക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന അത്രയും വലിയ ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ അവർ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് ഇത്തരുണത്തിൽ പറയാനുള്ളത്. അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണ് ഔദ്യോഗിക രംഗങ്ങളിലും മറ്റുമൊക്കെ നല്ല കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. Inspector of Police Vengara Mr. Muhammad Anifa, celebrity guest Mr. Vinod Kovur, principal, other dignitaries on the dais, parents, colleagues and all my dear students, good evening to all. Asura Niravana Harishakutam Mattu vanna Rakshasarada Pattu talla veeryam Kottanadu shauryam Muttu mada kattoru veeram No, 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 no. Na, 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 na. കട്ടുറുമ്പിന് കല്യാണം പൊട്ടുകുത്തണ് ചെമ്മാനം പട്ടു ചുറ്റിയ പാപ്പാത്തി പാട്ടൊരുക്ക്. അതിവേഗം அடைமழை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம். അതോടൊപ്പം തന്നെ അടുത്ത വർഷത്തേക്കുള്ള അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിരിക്കുന്നു. എല്ലാ രക്ഷിതാക്കളും നിങ്ങളുടെ സഹകരണം അകമഴിഞ്ഞ സഹകരണം തുടർന്നും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ബഹുമാന്യരായിട്ടുള്ള എൻ്റെ എല്ലാ രക്ഷിതാക്കൾക്കും മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205, മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.